പരീക്ഷാകാലങ്ങൾ എത്തുമ്പോൾ സ്കൂൾ അധികൃതർക്കും വീട്ടുകാർക്കുമൊക്കെ ഒരു ടെൻഷനാണ്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പരീക്ഷയുടെ സ്ട്രെസ് കാരണവും നല്ല മാർക്ക് നേടാനാകുമോ എന്നുള്ള ആശങ്ക കാരണവും പല കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത എല്ലാ വർഷവും കേൾക്കാറുണ്ട്. ഇതുപോലെയുള്ള പതിവുള്ള ദിവസമാണ് ഇതിന് റിസൾട്ട് വരുന്ന ദിവസവും. 10ാം ക്ലാസ് വിദ്യാർത്ഥികളും അതുപോലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളും ഇത്തരത്തിൽ സ്ട്രെസ് മൂലവും ആശങ്ക മൂലവും സങ്കടം മൂലവും നിരാശ മൂലവും ഒക്കെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ഒരുപാട് നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത വീണ്ടും വന്നിരിക്കുകയാണ്. ഓരോ പരീക്ഷക്കാലമാകുമ്പോഴും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാർക്കും ഒക്കെ തന്നെ വിഷമമാണ് ആ സമയത്ത് കേൾക്കാനും പറയാനുമുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു വാർത്ത വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. കാട്ടാക്കട മൂങ്ങോട്ടുകോണത്താണ് ഈ ആത്മഹത്യ നടന്നിരിക്കുന്നത്. തീർത്ഥയാണ് മരിച്ചത്. മൂങ്ങോട്ടുകോണം സ്വദേശി തീർത്ഥ മരിച്ചു എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ 10ാം ക്ലാസ്സുകാരിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. കുളത്തുമ്മൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടി രാത്രി കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നതിനാൽ വീട്ടുകാർ വൈകിയാണ് വിവരമറിഞ്ഞതെന്ന് സമീപവാസികൾ പറയുന്നു. പോലീസ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം കൂടുതൽ അറിയാൻ സാധിക്കൂ. വ്യക്തമായി അറിയാൻ കഴിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വരണമെന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. എത്രയായാലും ഇനിയിപ്പോൾ പരീക്ഷ പ്രയാസമായിരുന്നാലും പരീക്ഷ തോറ്റുപോകുന്ന ഒരു സാഹചര്യം വന്നാലും ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകരുത് എന്നത് പണ്ട് മുതലേ തന്നെ സ്കൂൾ പരീക്ഷാ സമയത്ത് കൗൺസിലിങ്ങിലൂടെ അറിയിക്കുന്നതാണ്. മാർക്ക് കുറയുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടും വീട്ടുകാർ നാണം കെടുമെന്നോ അല്ലെങ്കിൽ വീട്ടുകാർ അടിക്കുമെന്നോ വഴക്കു പറയുമെന്നുള്ള ഭയത്താൽ ഇത്തരത്തിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് ലഭിക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് മാർക്ക് കുറച്ച് വാങ്ങിച്ചാൽ പോലും അവരെ ഒന്നും പറയരുതെന്നും അവരെ അത്തരത്തിൽ മാനസിക സംഘർഷത്തിൽ എത്തിക്കരുതെന്നുമുള്ള വാർത്തകൾ ഒരുപാട് കൗൺസിലിംഗ് രംഗത്തോടെ എത്താറുണ്ട്. പണ്ടുകാലം തൊട്ടേ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടികളും അത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കൂടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് പണ്ട് മുതലേ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയണം. ഒരു 2005 മുതൽ അല്ലെങ്കിൽ 2010 മുതലുള്ള കാലഘട്ടത്തിൽ എല്ലായ്പ്പോഴും കൗൺസിലിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചധികം സ്കൂളുകളിൽ കൗൺസിലിംഗ് കുറച്ചുകൂടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. എന്നിരുന്നിട്ടും ഇപ്പോഴും അതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരീക്ഷ ഭയം, പരീക്ഷയ്ക്ക് തോക്കുമോ എന്നുള്ള ഭയം, ഇതെല്ലാം കൊണ്ട് സാധാരണ കുട്ടികൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന വാർത്ത ഇപ്പോഴും അധികമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി മനസ്സിലാക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷയുള്ളതും അത് കഴിഞ്ഞ് പരീക്ഷ റിസൾട്ട് ഭയന്നുമാണ് ഇത്തരത്തിൽ കുട്ടികൾ ഈ ഒരു മാസങ്ങളിൽ കൂടുതലും ആത്മഹത്യ ചെയ്യുന്നതെന്നും ആത്മഹത്യക്ക് ശ്രമിക്കുന്നതെന്നും പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.